Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മള് ICU എവിടെ വരെ എടുത്തേ? Responsibilities in charge ICU വരെ എടുത്തു. Okay, responsibilities of in charge of ICU. അല്ലെ? എന്തൊക്കെയായിരുന്നു റെസ്പോൺസിബിലിറ്റീസ്? ആദ്യത്തെ 2 പോയിന്റ് ഒരാളെന്ന് പറഞ്ഞ് ജസ്റ്റ് റിമൈൻഡ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. എന്തൊക്കെയായിരുന്നു റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻ ചാർജ് ഓഫ് ICU? ആദ്യത്തെ 2 പോയിന്റ് ഒന്ന് പറഞ്ഞേ. ആരുമില്ല? എന്തൊക്കെയായിരുന്നു ഇൻചാർജ് ഓഫ് ICUവിന്റെ റെസ്പോൺസിബിലിറ്റീസ്? ആരെങ്കിലും ഒരാളൊന്ന് പറയും. എന്താണ് ആരും എന്താ തയ്യാറാവാത്ത മനസ്സിലാവാത്തത് കൊണ്ടാണോ? ഓക്കെ അപ്പൊ ശ്രദ്ധിക്കാട്ടോ. എന്തൊക്കെയായിരുന്നു റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ICU എന്ന് പറയുന്നത്? ICUവിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിലെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവ് കൂടിയാണ് ഇൻചാർജ് ഓഫ് ICU എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ആ ഒരു രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ തുടർച്ച അത് നിലനിർത്തുക അല്ലെങ്കിൽ നൽകുന്നത് ആരായിരിക്കും? ആ ICU ഇൻചാർജിലുള്ള വ്യക്തിയാണ്. ഏത് ട്രീറ്റ്മെന്റ് കൊടുക്കണം, നിലവിൽ ആ ഒരു ട്രീറ്റ്മെന്റ് തന്നെ ആ പേഷ്യന്റിന് ഫോളോ ചെയ്താൽ മതിയാവുമോ, പുതിയ ഏതെങ്കിലും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആരാ? ICU ഇൻചാർജ് ആണ് എന്ത് ചെയ്യേണ്ടത്? അതിന്റെ ആ ഒരു കണ്ടിന്യൂറ്റിയും തുടർച്ച ചെയ്തു കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? ജൂനിയർ സ്റ്റാഫുകൾക്ക് അല്ലെ, അവർക്ക് ആ ICUമായി ബന്ധപ്പെട്ട പേഷ്യൻസിനെ എങ്ങനെ പരിചരിക്കണം, പുതിയ എക്യുപ്മെന്റ്സുകൾ അവർക്ക് ഫെമിലിയർ അല്ലാത്ത പരിചയമില്ലാത്ത എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ എന്തായിരുന്നു റെസ്പോൺസിബിലിറ്റി? ICUയുടെ ഉള്ളിലുള്ള ഓരോ എക്യുപ്മെന്റ്സും പുതിയതായിട്ട് ഇപ്പൊ പുതിയ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് വാങ്ങണം. അതുപോലെ തന്നെ നിലവിലുള്ള എക്യുപ്മെന്റ്സിൽ കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക? സർവീസ് ചെയ്യുക. അതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ഇൻചാർജ് ഓഫ് ICUയുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? ആ ഒരു ICU എന്ന് പറയുന്നതിന്റെ അധികാരി, ഒരു ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകൾ ഒരു അധികാരിയായി നിന്നുകൊണ്ട് ഈ ICUമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങളെ ഇനിഷ്യേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ? ആ ICUലുള്ള ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ചിട്ട എങ്ങനെയാണ്, കൃത്യമായിട്ടാണോ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത്, എത്ര കോഴ്സ് ഏത് ഷെഡ്യൂളിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ICUവിലെ മറ്റ് സ്റ്റാഫുകളുമായി കൂടി ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുക? റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ അവലോകനം ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഇൻചാർജ് ഓഫ് ICUവിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുവർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. നോക്കി ഫസ്റ്റ് പോയിന്റ്, a suitable environment for patient safety. പേഷ്യൻസിന്റെ സുരക്ഷിതത്വം മാനിച്ചുകൊണ്ട് പേഷ്യൻസിന് കുറച്ചും കൂടി സേഫ് ആയിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സ്യൂട്ടബിൾ ആയിട്ടുള്ള, അതായത് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കാനും അവർക്ക് എല്ലാ രീതിയിലും അതെ ചിട്ടയായിട്ടുള്ള അതെ അൺസ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെ. പേഷ്യൻസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്ത് ഈ ICUവിൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ആ പേഷ്യൻസിന് അവരുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് വളരെ സേഫ് ആയിട്ടുള്ള, സ്യൂട്ടബിൾ ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണോ ആ ICUവിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? സഫിഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും എങ്ങനെ ഉണ്ടായിരിക്കണം? ആ ഒരു ICU യൂണിറ്റിനുള്ളിൽ
ഉണ്ടായിരിക്കണം. അതെങ്ങനെയായിരിക്കണം? ഗുഡ് വർക്കിംഗ് കണ്ടീഷനിലും ആയിരിക്കണം. അപ്പൊ ആവശ്യമായിട്ട് വരുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളും ആ ഒരു ICU യൂണിറ്റിനുള്ളിൽ ഉണ്ടായിരിക്കണം. അത് നല്ല ഗുഡ് വർക്കിംഗ് കണ്ടീഷനിലും ആയിരിക്കണം. തേർഡ് പോയിന്റ് പറഞ്ഞത് ആംബിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. ആംബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വിശാലമായ, എന്താണ്, വളരെ മതിയായ അളവിലുള്ള, അല്ലെ, മതിയായ അളവിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളും അതുപോലെ നഴ്സിംഗ് ടീമും ഒക്കെ ആ ICUമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഫോർത്ത് പോയിന്റ് എന്താ? സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ. അവിടെ ആ ഒരു പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു മെഡിക്കൽ കെയർ, അല്ലെ, പരിചരണം, വൈദ്യപരിചരണം എങ്ങനെയുള്ളതായിരിക്കണം? സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ വളരെ നിലവാരമുള്ള രീതിയിലാണോ? ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം. ഇനി ആ ഒരു സ്റ്റാൻഡേർഡോട് കൂടി ഒരു പേഷ്യൻസിന് ICU, ഇപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാ ICUലും ചിലപ്പോ ഹോസ്പിറ്റലിലുള്ള എല്ലാ ICUസിലും എല്ലാ രീതിയിലുമുള്ള പേഷ്യൻസിനെ ചിലപ്പോൾ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പൊ ഈ ഒരു ഹോസ്പിറ്റലില് ICUലുള്ള പേഷ്യൻസിന് അവിടുത്തെ ആ ഒരു ട്രീറ്റ്മെന്റും ഫെസിലിറ്റിയും ഒന്നും മതിയാകാതെ വന്നു കഴിഞ്ഞാല് ആ പേഷ്യൻസിന് എന്ത് ചെയ്യണം? ആ ICUയിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിൽ കൂടുതൽ ഫെസിലിറ്റി കിട്ടുന്ന മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ റെഫർ ചെയ്ത് വിടും, അല്ലെ. അപ്പൊ അതുപോലെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള റെഫറൽ സിസ്റ്റം ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ? നല്ല ശരിയായ രീതിയിലുള്ള മെഡിക്കൽ കെയർ ആണോ അവർക്ക് കിട്ടുന്നത്? വളരെ നിലവാരമുള്ള രീതിയിലാണോ ICUയിൽ ഇങ്ങനെയുള്ള കെയർ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഫിഫ്ത്ത് പോയിന്റ് പറഞ്ഞ എന്താണ്? എൻഷുവർ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം. എന്താണ്? ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മ അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന രീതിയിൽ അത് ICUവിനുള്ളിൽ കൊടുക്കുന്ന മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിചരണവുമായി ബന്ധപ്പെട്ടാവാം, ട്രീറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ടാവാം, അവിടെ ഉപയോഗിക്കുന്ന ഓരോ എക്യുപ്മെന്റ്സുകളൊക്കെ ആയി ബന്ധപ്പെട്ട് മൊത്തത്തില് ആ പേഷ്യൻസിന് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മ നൽകുന്നുണ്ടോ, നല്ല ക്വാളിറ്റിയിലുള്ള കെയർ ആണോ പേഷ്യൻസിന് കൊടുക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ നടപ്പിലാക്കുക. സിക്സ്ത് പോയിന്റ് പറഞ്ഞ എന്താണ്? പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന്റെ ICUവിലുള്ള അഡ്മിഷൻ അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഡിസ്ചാർജ് ഇതൊക്കെയായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റൽ പോളിസിക്ക് അനുസരിച്ച് ശരിയായ രീതിയിലാണോ ഇങ്ങനെയുള്ള ICUവിലേക്കുള്ള അഡ്മിഷനും ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നത് എന്ന കാര്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ 6 പോയിന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഒരു പേഷ്യൻസിന്റെ സേഫ്റ്റി, അല്ലെ, അവരുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണോ ICUവിൽ നിന്നും ആ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണ്? ആ ഹോസ്പിറ്റലിലെ ICUവുമായി ബന്ധപ്പെട്ട് അതിനുള്ളിൽ ഒത്തിരി എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഉണ്ട്, അല്ലെ. അത് കൃത്യമായിട്ട്, അതായത് ആ പേഷ്യൻസിന് കെയർ നൽകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും ICUവിനുള്ളിൽ സജ്ജമായിരിക്കണം. അതോടൊപ്പം തന്നെ അത് ഗുഡ് വർക്കിംഗ് കണ്ടീഷനിലുമാണോ എന്നുള്ള കാര്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. തേർഡ് പോയിന്റ് പറഞ്ഞത് എന്താണ്? മതിയായ നമ്പർ ഓഫ് സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളും നഴ്സിംഗ് ടീമും എല്ലാം ആ ഒരു ICUവുമായി ബന്ധപ്പെട്ട് പരിചരണത്തിൽ ഉണ്ടോ എന്നുള്ളത് ആര് ഉറപ്പുവരുത്തേണ്ടതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഫോർത്ത് പോയിന്റിൽ എന്താ പറഞ്ഞത്? ഒരു കെയർ, അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട് ആ ഒരു നിലവാരം, അല്ലെ, കൃത്യം നല്ല നിലവാരത്തിലുള്ള കെയർ ആണോ അവർക്ക് കൊടുക്കുന്നത്? അതുപോലെ തന്നെ ഇനി ആ കണ്ടീഷനിൽ ഒരു പ്രത്യേക കണ്ടീഷനിൽ ICUവിൽ ആ പേഷ്യൻസിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മതിയായ അളവിൽ അവർക്ക് പരിചരണം കൊടുക്കാൻ പറ്റാത്ത കേസിലാണെങ്കിൽ കൂടുതൽ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് അവരെ റെഫർ ചെയ്യാറുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ICUവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസിന് ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലയിലും എല്ലാ രീതിയിലും അവർക്ക് മികച്ച അല്ലെങ്കിൽ ഗുണമേന്മയുള്ള ഒരു പരിചരണമാണോ കിട്ടുന്നത് എന്നുള്ള കാര്യം, അതായത് അവരുടെ ആ ഒരു ക്വാളിറ്റി ഗുണമേന്മ എത്രത്തോളം ഉണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള പ്രോഗ്രാമുകൾ നടപ്പിലാക്കുക. സിക്സ്ത് പോയിന്റ് പറഞ്ഞ എന്താണ്? ആ പോളിസി, ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ചാണോ ICUവിലെ പേഷ്യൻസിന് അഡ്മിഷൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതൊക്കെ ആ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ചാണോ ശരിയായ രീതിയിലാണോ ചെയ്യുന്നത് എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളൊക്കെയാണോ? ഓക്കെ.
ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? നമ്മളിപ്പോ കുറെ ഡ്യൂട്ടീസ് ഒക്കെ പഠിച്ചു അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് വരുത്തേണ്ടത്, അതുപോലെ തന്നെ ICU ഇൻചാർജിന്റെ ഡ്യൂട്ടി എന്താണ്, സീനിയർ റെസിഡന്റിന്റെ ഡ്യൂട്ടി എന്താണ്, ജൂനിയർ റെസിഡന്റിന്റെ ഡ്യൂട്ടി എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ? നെക്സ്റ്റ് വരുന്ന ആളാണ് ICU സെക്രട്ടറി. അവരുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. First point നോക്കിയേ, a unit secretary in the ICU is normally the first person whom family members and visitors meet when coming to the ICU. നമ്മളൊരു ICU നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഫിലിംസിലൊക്കെ ആയിരിക്കും കൂടുതൽ കണ്ടത് അല്ലെ? നമ്മൾ ICU അങ്ങനെ നേരിട്ട് നമുക്ക് ചിലപ്പോ അധികം ബന്ധമൊന്നും ഉണ്ടാവില്ല. ഇൻ കേസ് ആരെങ്കിലും ഒക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ കാണാൻ പോയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ICUമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ. അപ്പൊ നോക്കി ICUലാണെങ്കിൽ നമുക്കറിയാം പേഷ്യൻസിന് മാത്രമാണ് അവരുടെ അകത്ത് കിടക്കുക അല്ലെ? ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ എങ്ങനെയായിരിക്കും, പുറത്തായിരിക്കില്ലേ നിൽക്കുക. അപ്പൊ അവരുടെ ഫാമിലി മെമ്പേഴ്സോ ബൈസ്റ്റാൻഡേഴ്സോ അവർ സന്ദർശിക്കാൻ വരുന്ന മറ്റാരാണെങ്കിലും അവർക്ക് എന്താണ്, അതിനുള്ളിലേക്ക് കടക്കാനായിട്ട് അനുവാദമില്ല അല്ലെ? പുറത്തായിരിക്കും. ആ ICUവിനുള്ളിൽ പേഷ്യന്റ് കിടക്കുന്നുണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട മെഡിക്കൽ സ്റ്റാഫുകൾക്ക് മാത്രമേ അതിനുള്ളിലേക്ക് കയറാനായിട്ട് അനുവാദം ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ ഈ വരുന്ന പേഷ്യൻസ്, അതായത് ICUവിനുള്ളിൽ കിടക്കുന്ന ഓരോ പേഷ്യൻസിനെയും റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ അവരെ കാണാൻ വരുന്ന സന്ദർശകർക്കൊക്കെ ഈ ICUവിനുള്ളിലേക്ക് കയറി ഈ പേഷ്യന്റിനെ കാണണമെങ്കിൽ ആരിൽ നിന്നാണ് ആദ്യം അനുവാദം വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് നേരിട്ട് കണ്ടാണ് ഇത് അഭ്യർത്ഥിക്കേണ്ടത്? ഈ ICU സെക്രട്ടറിയാണ്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ICU യൂണിറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് നോർമലി ദ ഫസ്റ്റ് പേഴ്സൺ ഹും ഫാമിലി മെമ്പേഴ്സ്, അതായത് ആ പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സ് അവരെ കാണാൻ വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകരൊക്കെ മീറ്റ് ചെയ്യേണ്ട ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ICUവിന്റെ യൂണിറ്റിലെ സെക്രട്ടറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കി, അറ്റൻഡ് കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജസ് പ്രോപ്പർലി. ഈ ICUമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോളുകൾ വരുന്ന സമയത്ത് അതൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതും അതിന് കൃത്യമായിട്ടുള്ള റെസ്പോൺസ് കൊടുക്കേണ്ടതും, അതുപോലെ പേഷ്യൻസിന് എന്തെങ്കിലും ക്രിട്ടിക്കൽ കണ്ടീഷൻ വന്നാലോ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാലോ ആ മെസ്സേജുകൾ അതായത് ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള മെസ്സേജുകൾ മറ്റ് ആളുകൾക്ക് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് കൈമാറാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ICU സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പൊ ICU സെക്രട്ടറി എന്ത് ചെയ്യണം? അവിടെ ICUമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കോൾസും അറ്റൻഡ് ചെയ്യണം, അതുപോലെ തന്നെ ബന്ധപ്പെട്ട പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മെസ്സേജുകളും പാസ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത് അക്കൗണ്ടബിൾ ഫോർ greetings them and listening to determine what the client requires. എന്തിനു ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന് പറഞ്ഞേ? ഗ്രീറ്റിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഭിവാദ്യം ചെയ്യുക അല്ലെ? അപ്പൊ പേഷ്യൻസ് അറിയാലോ, പേഷ്യൻസ് ശരിക്കും ആ ഒരു ICUവിനുള്ളിൽ ഒറ്റപ്പെട്ട രീതിയിലാണ് കിടക്കുന്നത് അല്ലെ? അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെയോ ആരെയും അവരുടെ റിലേറ്റീവ്സിനെയോ ആരെയും കാണാൻ പറ്റാത്ത രീതിയിലല്ല ICUവിലുള്ള പേഷ്യൻസ് കിടക്കുക. അപ്പൊ ആ സമയത്ത് പേഷ്യൻസിനോടായിക്കോട്ടെ അതുപോലെ തന്നെ ഇപ്പൊ അവരുടെ റിലേറ്റീവ്സ് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ ICU സെക്രട്ടറി എങ്ങനെയാണ് അവരെ ഗ്രീറ്റിംഗ്സോട് കൂടി അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വേണം സംസാരിക്കാനായിട്ട്. അതുപോലെ ലിസണിംഗ് ടു ഡിറ്റർമൈൻ വാട്ട് ദ ക്ലയന്റ് റിക്വയർസ്. ക്ലയന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? പേഷ്യന്റ് ആണ് അല്ലെ? അപ്പൊ പേഷ്യൻസിന് എന്തൊക്കെ ആവശ്യകതകളാണുള്ളത് ആ ആവശ്യകതകൾ മനസ്സിലാക്കി അത് എന്താണെന്ന് നിർണയിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ അത് എപ്പോഴും ആ പേഷ്യന്റിനോട് എന്ത് ചെയ്യുക? ഒരു പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുക? ഒരു അപ്രോച്ച് ഉണ്ടാവുക. അപ്പൊ പേഷ്യൻസ് എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് കേൾക്കാനായിട്ട് ആര് നിൽക്കണം? അവിടെ ICU സെക്രട്ടറി നിൽക്കേണ്ടതാണ്. അവർക്ക് ആ പേഷ്യൻസിനനുസരിച്ച് പേഷ്യൻസ് പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് കേൾക്കുകയും അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കി അതെന്താണെന്ന് നിർണയിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. Next point is the secretary is liable to answer basic questions and provide general information such as the visiting hours for the ICU. അപ്പൊ ഈ സെക്രട്ടറി എന്ന് പറയുന്നത് എന്തിന് ലയബിൾ അല്ലെങ്കിൽ എന്തിന് ബാധ്യസ്ഥനാണ്? ആൻസർ, അതായത് ബേസിക് ക്വസ്റ്റ്യൻസ്, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരായിട്ടുള്ള ഒരു വ്യക്തിയാണ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഇത് ജനറൽ ഇൻഫർമേഷൻസ് പോലെയുള്ള സച്ച് ആസ് ദ വിസിറ്റിംഗ് അവേഴ്സ് ഫോർ ദ ICU. അപ്പൊ നമുക്കറിയാം എപ്പോഴും ICUയിലെ വിസിറ്റേഴ്സിന് അലൗഡ് അല്ല അല്ലെ? അത് പ്രത്യേക സമയമൊക്കെ ഉണ്ടാവും അല്ലെ? അവിടേക്ക് വിസിറ്റേഴ്സിനെ അലൗഡ് ആക്കുന്ന. അപ്പൊ ആ സമയം
എപ്പോഴാണ് ഐസിയുലേക്ക് വിസിറ്റേഴ്സിന്റെ സന്ദർശന സമയം എപ്പോഴാണ്, എത്ര പേരെ അറ്റ് എ ടൈം കയറ്റും, അതുപോലെ ഇപ്പൊ നിലവിൽ എത്ര പേഷ്യൻസ്, എങ്ങനെയാണ് പേഷ്യൻസിന്റെ അവസ്ഥ എന്താണ് എന്നുള്ള രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എപ്പോഴാണ് സന്ദർശന സമയം എന്നുള്ള രീതിയിലുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ഈ പേഷ്യൻസിന്റെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ICU സെക്രട്ടറിയോട് ചോദിക്കുകയാണെങ്കിൽ അതിന് ആൻസർ പറയേണ്ടത് ഈ ICU സെക്രട്ടറിയുടെ ബാധ്യതയാണ്. നെക്സ്റ്റ് പറഞ്ഞു നോക്കി, ഇഫ് കനോട്ട് പ്രൊവൈഡ് information concerning the medical status of a patient. ഇപ്പൊ ഈ ICU സെക്രട്ടറിക്ക് ഇനി എന്തെങ്കിലും ഒരു കേസസിൽ ചിലപ്പോ ആ പേഷ്യൻസിന്റെ മെഡിക്കൽ സ്റ്റാറ്റസ്, അതൊക്കെ ഒരു ആരോഗ്യപരമായിട്ടുള്ള നിലവിലെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞു കൊടുക്കാനായിട്ട് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ചിലപ്പോൾ ആ ഒരു ICUലെ സെക്രട്ടറിക്ക് എല്ലാ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയില്ലാത്തത് കൊണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് അത് അവരുടെ റിലേറ്റീവ്സ് ചോദിച്ചാൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ അവർ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ICU സെക്രട്ടറി എനിക്കറിയില്ലാന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ അറിയണ്ടെന്നൊന്നും പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാനായിട്ട് പാടില്ല. It is the secretary who helps point the customers in the right direction and refer them to other staff members if needed. അപ്പൊ എന്ത് ചെയ്യുക, ആ സെക്രട്ടറി എന്ത് ചെയ്യുക, സെക്രട്ടറിക്കാണ് പറയാനായിട്ട് അനുവാദമില്ലാത്തത് അല്ലെ. സെക്രട്ടറിക്ക് ചിലപ്പോ അവരുടെ സ്റ്റാറ്റസ്, നിലവിലുള്ള സ്റ്റാറ്റസ് അറിയാത്തത് കൊണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഡോക്ടേഴ്സിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം ചിലപ്പോൾ പറയണ്ട എന്നുള്ള നിർദ്ദേശം ഉള്ളത് കൊണ്ടുമാവാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആ വരുന്ന പേഷ്യൻസിന്റെ ആ റിലേറ്റീവിനെ എന്ത് ചെയ്യുക, ഒഴിവാക്കുകയല്ല വേണ്ടത്, മറിച്ച് അവരെന്ത് ചെയ്യുക, ഈ കണ്ടീഷൻ, ആ പേഷ്യന്റിന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി കൃത്യമായിട്ട് അറിയാവുന്ന മെഡിക്കൽ സ്റ്റാഫ്, അതിപ്പോ ചിലപ്പോൾ ഡോക്ടർ ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഡിക്കൽ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് എന്ത് ചെയ്യുക, ഇവരെ ഡയറക്റ്റ് ചെയ്ത് അവരിലേക്ക് വിടുക. അതാണ് ചെയ്യണം, ഈ യൂണിറ്റ് സെക്രട്ടറി ചെയ്യേണ്ടതാണ്. അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അത് അവരുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്ന ആ മെഡിക്കൽ സ്റ്റാഫിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യുക, ഈ ആളുകളെ ഡയറക്റ്റ് ചെയ്യുക. Next, perform clerical tasks, update bed status in a computer. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ക്ലറിക്കൽ ടാസ്കുകൾ, ക്ലറിക്കൽ ജോലികൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ബെഡ് സ്റ്റാറ്റസ്, എത്ര ബെഡ് ഇപ്പോൾ നിലവിൽ ICUവിൽ അവൈലബിൾ ആണ്, എത്ര ബെഡ് ഫുൾ ആണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, മെയിൻറ്റെയിൻ ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യൻസിന്റെ റെക്കോർഡുകൾ. പേഷ്യൻസിനെ പറ്റിയുള്ള ബന്ധപ്പെട്ട ICUവിലുള്ള ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെക്കോർഡുകളും എല്ലാ ഫയൽസും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താ, വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ്. അവരുടെ പരിചരണവുമായി ബന്ധപ്പെട്ട്, ട്രീറ്റ്മെന്റുകളൊക്കെ ബന്ധപ്പെട്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് ICU അല്ല, ICUവിനോടൊപ്പം സഹകരിച്ചു പോകുന്ന ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ, അതിപ്പോ ലബോറട്ടറി ആവാം, നമ്മുടെ എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഈ ICUമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അല്ലെ, സഹകരിച്ചു പോകുന്നവരുണ്ട്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വർക്ക് ചെയ്ത് പേഷ്യൻസിന് കൃത്യമായ രീതിയിലുള്ള നല്ല രീതിയിലുള്ള പരിചരണം നൽകുക. അപ്പൊ നമുക്കറിയാം, ഒരു പേഷ്യന്റ് ICUവിൽ വന്നു, അപ്പൊ അവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ നമ്മൾ ആരുമായിട്ട് സമീപിക്കുന്നത്, ലാബുമായിട്ട് കൂടിച്ചേർന്ന ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ നിന്ന് ആ റിസൾട്ട് കിട്ടുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും സ്കാനും ഇപ്പൊ MRI-യോ CT ഒക്കെ ചെയ്യേണ്ട പേഷ്യൻസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായി ഒരുമിച്ച് കൂടിച്ചേർന്നുകൊണ്ട് അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത് പേഷ്യൻസിന് നല്ലൊരു പരിചരണം കൊടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ആരാണ്, ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടിയിൽ എന്തൊക്കെയാ പറഞ്ഞത്, ആ യൂണിറ്റ് സെക്രട്ടറി, ICUവിന്റെ ആ സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മൾ ICUവിലേക്ക് ഒരു പേഷ്യന്റിനെ കാണാനായിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സോ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകരോ ഒക്കെ വരുമ്പോൾ ആദ്യം മീറ്റ് ചെയ്യേണ്ട വ്യക്തി എന്ന് പറയുന്നത് ICU സെക്രട്ടറിയാണ്. അവരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടൈമും കാര്യങ്ങളും അനുസരിച്ച് അവർ പറയുന്നതിനനുസരിച്ച് നമുക്ക് പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനുള്ളിലേക്ക് കയറി കാണാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് പറഞ്ഞ
പറഞ്ഞത് എന്താണ്? ICUമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യുക, അതിന് റെസ്പോൺസ് കൊടുക്കുക. അതുപോലെ തന്നെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മെസ്സേജുകളും ബന്ധപ്പെട്ട ആളുകൾക്ക് പാസ് ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? ആ പേഷ്യൻസിനായിക്കോട്ടെ അതുമായി അവരുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റാളുകളോടൊക്കെ ഒരു അഭിവാദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രീറ്റിംഗ്സ് കൊടുക്കുക, അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുക. അതുപോലെ തന്നെ എന്താണ്? ആ പേഷ്യൻസ് എന്താണോ പറയുന്നത് അത് വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അത് കേട്ട് അവരുടെ ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ നിർണയിച്ചുകൊണ്ട് അതിനനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? സെക്രട്ടറി എന്തിന് ബാധ്യസ്ഥനാണെന്നാ പറഞ്ഞത്? ബേസിക് ആയിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ അല്ലെങ്കിൽ ഉത്തരം കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തി ഈ ICU സെക്രട്ടറിയാണ്. അതായത് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പോലെയുള്ള എപ്പോഴാണ് ICUവിന്റെ വിസിറ്റിംഗ് ടൈം, എപ്പോഴാണ് വിസിറ്റേഴ്സ് ടൈം, എത്ര പേരെ അറ്റ് ടൈം എന്ത് ചെയ്യും അതിനുള്ളിലേക്ക് കയറ്റും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിന് ആൻസർ പറയേണ്ടത് ഈ ICU സെക്രട്ടറിയുടെ ബാധ്യതയാണ്. നെക്സ്റ്റ് പറയുന്നത് ICU സെക്രട്ടറിക്ക് നിലവിൽ ആ ICUവിനുള്ളിലുള്ള പേഷ്യൻസിന്റെ നിലവിലുള്ള രോഗാവസ്ഥ എന്താണെന്ന് പറയാനായിട്ട്, പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്താണ് അറിയില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് അനുവാദമില്ലെങ്കിൽ കൂടി അവരെന്ത് ചെയ്യണം? അവർ ചോദിക്കുന്ന പേഷ്യന്റിന്റെ റിലേറ്റീവ് ആണോ ആരായിക്കോട്ടെ അവരോട് എന്ത് ചെയ്യാൻ പാടില്ല, അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനും ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാതെ, മറിച്ച് എന്താണ്? ആ പേഷ്യന്റിന്റെ നിലവിലുള്ള അവസ്ഥ കൃത്യമായിട്ട് അറിയാവുന്ന ഏത് മെഡിക്കൽ സ്റ്റാഫ് ആണോ ഉള്ളത്, ഇപ്പൊ ഡോക്ടറുടെ അടുത്തേക്കാണെങ്കിൽ ഡോക്ടറുടെ അടുത്തേക്ക് എന്ത് ചെയ്യുക, ആളുകളെ ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിർദ്ദേശിക്കുക. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? കമ്പ്യൂട്ടറുമായി ബേസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിലുള്ള ക്ലറിക്കൽ ജോലികളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ബെഡ് സ്റ്റാറ്റസ്, ബെഡുമായി ബന്ധപ്പെട്ട് എത്ര ബെഡ് അവൈലബിൾ ആണ്, എത്ര എണ്ണം ഇനി വേക്കൻ്റ് എന്താണ് ഫുൾ ആയിട്ട് കിടപ്പുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? ഓരോ പേഷ്യൻസ് ICUവിനുള്ള ഓരോ പേഷ്യൻസിനെ കുറിച്ചുമുള്ള കൃത്യമായ റെക്കോർഡുകളും അതുപോലെ തന്നെ ഫയലുകളും മെയിൻറ്റെയിൻ ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ്? ഈ ICUവും മറ്റു ഡിപ്പാർട്ട്മെന്റിൽ കൂടി ഒരുമിച്ച് കൂടിച്ചേർന്ന് വർക്ക് ചെയ്തുകൊണ്ട് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള പരിചരണങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും ഡ്യൂട്ടീസ് ICU സെക്രട്ടറിയുടെ വരുന്നതാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ ICU എന്ന് പറയുന്നത്. ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇതിൽ ഏതെങ്കിലും ഇന്നെടുത്ത ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, നമുക്കെന്നാ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താം. ഓക്കെ, എന്നാ നോട്ട്സ് എടുത്തേ. റെഡിയാണോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാം കേട്ടോ. ഒരു ഷോർട്ട് ഫോം ആണ്. CVTS ICU CVTS ICU stands for dash. 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 എന്താണ് CVTU ICUവിന്റെ എക്സ്പാൻഡഡ് ഫോം? എന്താ? കാർഡിയോ വാസ്കുലർ thoracic intensive care unit അല്ലെ? കാർഡിയോ വാസ്കുലർ thoracic intensive care unit. Okay, second question. In which intensive care unit patients are admitted with brain tumors? Patients are
admitted with brain tumors. In which intensive care unit patients are admitted with the brain tumors? Patients are admitted with the brain tumors. ഏത് ടൈപ്പ് ഐസിയുലാണ്? ബ്രെയിൻ ട്യൂമേഴ്സ് ഒക്കെ വെരി ഗുഡ്. ന്യൂറോ ഐസിയു അല്ലെ? ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. Third question. Which type of intensive care unit? Which type of intensive care unit? Which type of intensive care unit? The patients are treated. The patients are treated. The patients are treated. Specially skilled doctors. Specially skilled doctor or intensivist. Specially skilled doctor or intensivist. Question onodi parayam. Which type of intensive care unit the patients are treated specially skilled doctor or intensivist? Very good. Closed, right? Closed unit. Closed unit. Okay, next question. Closed unit. Okay, fourth question. Who is the registrar in ICU? 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 Very good. Senior resident doctor. അല്ലെ? Senior resident ആയിട്ടുള്ള ഡോക്ടർ ആണ് ആര്? ഐസിയുവിന്റെ രജിസ്ട്രാർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിഫ്ത് ക്വസ്റ്റ്യൻ. ജൂനിയർ റെസിഡന്റ്. ജൂനിയർ റെസിഡന്റ്. ജൂനിയർ റെസിഡന്റ്. Duty hours in ICU. Junior resident duty hours in ICU. എത്രയാണ് ജൂനിയർ റെസിഡന്റിന്റെ? ജൂനിയർ റെസിഡന്റിന്റെ എത്രയാ നോക്കി നിങ്ങള്? ജൂനിയർ റെസിഡന്റ് നമ്മൾ പഠിച്ചല്ലേ? 12 തന്നെയാണോ? ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. സീനിയർ റെസിഡന്റ് എന്ന് പറയുമ്പോ എപ്പോഴാണ്? എന്താ പറഞ്ഞത് നമ്മള്? 12 hours ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞു അല്ലെ? ജൂനിയർ റെസിഡന്റ് വിൽ ബി ഓൺ ഡ്യൂട്ടി യൂണിറ്റ് ഡേ ആൻഡ് നൈറ്റ്. ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുമ്പോ എത്ര മണിക്കൂറായി? ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുമ്പോ തന്നെ 24 hours ആണ് കേട്ടോ. 24 hours ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇൻകേസ് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്നേരം 12 ആയിരിക്കും അല്ലെ? 12 ഓൾറെഡി ഓപ്ഷനിൽ എന്തായാലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പൊ സീനിയർ ആയിട്ടുള്ളവർക്ക് 12 hours ഡ്യൂട്ടിയും ജൂനിയർ ആയിട്ടുള്ളവർക്ക് എന്താണ്? ഇരട്ടി, ഡബിൾ ആണ്. 24 hours ആണ് ഡ്യൂട്ടി കേട്ടോ. ഓക്കെ ആണോ? ആ 5 ക്വസ്റ്റ്യൻസും എല്ലാവർക്കും കിട്ടിയോ? ആൻസേഴ്സും കിട്ടിയോ? കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ ആ ഒരു ലാസ്റ്റ് 5th ക്വസ്റ്റ്യൻ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ ജൂനിയർ റെസിഡന്റ് ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടി ആണ്. 24 hours ആണ് അവരുടെ ഡ്യൂട്ടി. അതേസമയം സീനിയർ റെസിഡന്റ് വരുമ്പോ അവർക്ക് പകുതി ഡ്യൂട്ടി അല്ലെ? പകുതി മതി. അപ്പൊ 12 hours. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ മാറിപ്പോവില്ല കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്ററിലേക്ക് കടക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ വാർഡ്. ഹോസ്പിറ്റൽ വാർഡ് കേട്ടോ. 10th ചാപ്റ്റർ ഹോസ്പിറ്റൽ വാർഡ്. ഓക്കെ, ഹോസ്പിറ്റൽ വാർഡ് എന്തിനാണ്? നമുക്ക് വാർഡിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോവാം അല്ലെ? വാർഡിലേക്ക് കിടക്കാം. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വാർഡിൽ, ഒരു ഹോസ്പിറ്റൽ വാർഡിനെ പറ്റി അറിയാം? എന്തെല്ലാം കാര്യങ്ങൾ അറിയാം? എല്ലാവരും ഒരു റെസ്പോൺസ് ഇല്ലാത്ത? ഉറങ്ങാണോ എല്ലാവരും? ഉച്ച കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ ക്ഷീണമായോ?
ഒത്തിരി ബെഡ് ഉണ്ടാവും അല്ലെ, കുറെ ബെഡ്സ് ഒക്കെ ഉണ്ടാവും, ഒത്തിരി പേരെ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ആ ഹോസ്പിറ്റൽ വാർഡിൽ താമസിപ്പിക്കാൻ പറ്റും അല്ലെ. പിന്നെ എന്താണ് പ്രത്യേകത, പിന്നെ എന്താണ്, എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ വാർഡിൽ താമസിപ്പിക്കുന്നത്, എങ്ങനെയായിരിക്കും, ഒരു വാർഡിലുള്ള പേഷ്യൻസ് എല്ലാം അവരുടെ ആ ഒരു കണ്ടീഷൻ എങ്ങനെയായിരിക്കും, ഷോർട്ട് ടേം ആവാം ലോങ് ടേം ആവാം കേട്ടോ. അത് രണ്ട് രീതിയിൽ വരുന്നുണ്ട്, കാരണം അവർ ആ പേഷ്യൻസിന്റെ അവസ്ഥയനുസരിച്ചാണല്ലോ അത് വ്യത്യാസം വരുന്നത്. ഇപ്പൊ ഒരേ രീതിയിൽ, അതായത് സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ വേണ്ടവരല്ലേ നമ്മൾ ഒരു വാർഡിലാക്കുന്നത് അല്ലെ, അതോ പല രീതിയിൽ, അതായത് അല്ലെ സിമിലർ ആയിട്ടുള്ള രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ സിമിലർ ആയിട്ട് വരുന്ന ട്രീറ്റ്മെന്റുകൾ വേണ്ട ആളുകളെയല്ലേ നമ്മൾ ആ ഒരു വാർഡിലേക്ക് ആക്കുക. അപ്പൊ അവിടെ രണ്ട് തരത്തില് നമുക്ക് വാർഡുകൾ തിരിക്കാം. ഇവിടെ നിന്ന് തന്നെ ജനറൽ വാർഡുകളും ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വാർഡുകളും ഉണ്ട് അല്ലെ. അപ്പൊ ജനറൽ വാർഡുകൾ നമുക്കറിയാം ജനറൽ ആയിട്ടോ കാര്യങ്ങൾക്ക് ഫീവറോ അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ വന്നവരോ അങ്ങനെയൊക്കെ നമുക്ക് ജനറലിലേക്ക് കൊടുക്കാം. അതേസമയം സ്പെഷ്യലൈസ്ഡ് വാർഡുകൾക്ക് നിങ്ങൾക്ക് ഒത്തിരി എക്സാമ്പിൾ പറയാനുണ്ടാവും അല്ലെ. സ്പെഷ്യൽ ആയിട്ടുള്ള അവർക്ക് വേണ്ടി മാത്രമുള്ള വാർഡുകൾ കണ്ടിട്ടില്ലേ, ചില പേഷ്യൻസിന് വേണ്ടി മാത്രം. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡിന്റെ കുറച്ച് എക്സാമ്പിളുകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാ, മെറ്റേണിറ്റി വാർഡ് അല്ലെ, നമ്മുടെ ഗൈനക്കോളജി അല്ലെങ്കിൽ എന്താണ് ഡെലിവറി കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് മെറ്റേണിറ്റി വാർഡ് ഉണ്ടായിരിക്കും. അതുപോലെ എന്തായിരിക്കും, ഹാർട്ടിന്റെ സർജറി അല്ലെ, സർജറി ഒക്കെ കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഓപ്പറേഷണൽ വാർഡുകൾ അല്ലെ. അതുപോലെ തന്നെ എന്താണ്, വേറെ ഏതൊക്കെ വാർഡുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, ഇപ്പൊ നമ്മുടെ ഈ ഓങ്കോളജി വാർഡുകൾ കേട്ടിട്ടില്ലേ, അതെ പീഡിയാട്രിക് വാർഡ് ഉണ്ട്, ഓങ്കോളജി വാർഡ്, ക്യാൻസർ പേഷ്യൻസിന് അല്ലെ. അപ്പൊ അവിടെയൊക്കെ അവരെങ്ങനെയാണ് സ്പെസിഫിക് ആയിട്ട് അല്ലെ ആ ഒരു മേഖലയില് ട്രീറ്റ്മെന്റുകൾ സിമിലർ ആയിട്ട് അല്ലെ ഒരുപോലെയുള്ള ട്രീറ്റ്മെന്റുകൾ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ഒരു വാർഡുകളിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അവർക്ക് ആ പേഷ്യൻസിന്റെ കൂടെ അല്ലെ വരുന്ന റൗണ്ട്സിൽ വരുന്ന ഡോക്ടേഴ്സ് എളുപ്പമാണ്, അതുപോലെ അവിടെയുള്ള നേഴ്സസിനൊക്കെ കുറച്ചും കൂടി എളുപ്പം ആക്കാൻ വേണ്ടി. സർട്ടൻ നമ്പർ ആണോ, 10 ആണ് നിങ്ങളുടെ ഇതിൽ 10 അല്ലേ കിടക്കുന്നത്, നിങ്ങളുടെ ആ ഒരു മോഡ്യൂളിൽ എത്രയാണ് കിടക്കുന്നത്, 10 തന്നെയാണോ? ഓക്കെ 10 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കി നമുക്ക് വാർഡിലേക്ക് കടക്കാം. നിങ്ങളുടെ ഇതിന്റെ നോട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു നോട്ട്സിൽ ചെറിയൊരു ഇത് കാണുന്നുണ്ട് കേട്ടോ, മിസ്റ്റേക്ക് കാണുന്നുണ്ട്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഡർ ഒന്ന് തെറ്റിയാ കിടക്കുന്നത്. ഇതിപ്പോ ഞാനിവിടെ എടുത്തിട്ട് നോക്കിയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കത് ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് നിങ്ങളുടെ ആ ഒരു വാർഡിന്റെ നോട്ട്സിൽ ഡെഫിനിഷൻ ഇതായിട്ടില്ലേ കിടക്കുന്നത്, എന്താണ് വാർഡ് എന്നുള്ളത് ഈ ഒരു സെന്റൻസ് അല്ലേ കിടക്കുന്നത്. അപ്പൊ അതൊന്ന് നോക്കാം കേട്ടോ. നമുക്ക് നിങ്ങളുടെ നോട്ടിലുള്ള ഓർഡറിൽ പറയാം. ഇതില് കുറച്ചൊന്ന് വ്യത്യാസമായിട്ട് കിടക്കുന്നത്, അതൊന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് റെഡി ആകാം. ഓക്കെ നോക്കിയേ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കിയതേ. A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. So ward എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു റൂമാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടിട്ട് പരിചയമുള്ളതാണെങ്കിൽ നമ്മളതൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കാം. നിങ്ങൾ ഒരു വാർഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാം, പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ വാർഡിൽ എങ്ങനെയാണ്, ഹോസ്പിറ്റലിൽ റൂം അല്ലേ, ഒരു മുറിയാണല്ലോ. അതുപോലെ തന്നെ അവിടെ എന്താ ഒത്തിരി പേരെ ഒരുമിച്ച് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബെഡുകളും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു ഹോസ്പിറ്റൽ റൂമാണ് എന്തെന്ന് പറയുന്നത്, വാർഡ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ റൂമിനെയാണ് നമ്മൾ വാർഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റുകൾ വേണ്ടവരെയാണ് നമ്മൾ ഒരു വാർഡിലേക്ക് ഉൾക്കൊള്ളിക്കുന്നത്. സ്റ്റേ ക്യാൻ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിവിയറിറ്റി ഓഫ് കണ്ടീഷൻ. അപ്പൊ അവരുടെ ആ ഒരു സ്റ്റേ, അവർ എത്ര ദിവസം അവിടെ താമസിപ്പിക്കണം, ആ വാർഡിൽ എത്ര ദിവസം വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ലോങ് ടേം ആവാം, ഷോർട്ട് ടേം ആയിട്ടും ഉണ്ടാവാം. ചിലപ്പോൾ കുറച്ച് ദിവസം കൊണ്ട്, ഇപ്പൊ നമ്മളൊരു ഇൻഫെക്ഷൻസ് ഒക്കെ വന്നവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കുറച്ച് ദിവസം ഒന്നും മതിയാവില്ല അല്ലെ. ഇപ്പൊ ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടും കുറയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ദിവസത്തെ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലേ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ആ പേഷ്യൻസിന്റെ ആ ഒരു അവരുടെ ആ ഒരു നിലവിലത്തെ ആ രോഗത്തിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, രോഗത്തിന്റെ ആ ഒരു തീവ്രത എങ്ങനെയാണ് എന്നതിനനുസരിച്ചായിരിക്കും അവര് ലോങ് ടേം ആയിട്ട് ആ വാർഡിൽ സ്റ്റേ ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് നിന്നാൽ മതിയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ വാർഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു റൂമാണ് അല്ലെ. ഒത്തിരി പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബെഡുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു റൂമാണ്
വാർഡ് എന്ന് പറയുന്നത്. അവിടെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്, അതായത് സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റുകൾ ആവശ്യമായിട്ട് വരുന്നവരെയാണ് നമ്മൾ ഒരു വാർഡിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഇനി അവിടെ സ്റ്റേ എന്ന് പറയുന്നത് ചിലപ്പോൾ ലോങ് ടേം ആയിട്ടാവാം, ഷോർട്ട് ടേം ആയിട്ടാവാം. അത് അവരുടെ ആ രോഗത്തിന്റെ കണ്ടീഷൻ അനുസരിച്ച്, ആ രോഗത്തിന്റെ അവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അവർ എത്ര ദിവസം ആ ഹോസ്പിറ്റൽ വാർഡിൽ താമസിക്കേണ്ടി വരുമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ ആണോ ഡെഫിനിഷൻ? നെക്സ്റ്റ് നിങ്ങളുടെ ഭാഗത്ത് കിടക്കുന്നത് പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ് അല്ലേ കിടക്കുന്നത്? പർപ്പസ് അല്ലേ കിടക്കുന്നത് നെക്സ്റ്റ് ഭാഗമായിട്ട്? ഓക്കെ, നമുക്ക് പർപ്പസ് തന്നെ നോക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ദ പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. ഹോസ്പിറ്റൽ വാർഡിന്റെ പ്രധാന പർപ്പസുകൾ, അവിടെ എന്തൊക്കെയാണ് ഉദ്ദേശം അല്ലെ? ഹോസ്പിറ്റൽ വാർഡിലേക്ക് പേഷ്യൻസിനെ പ്രവേശിപ്പിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പറയുന്നതാണ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താണ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്? അപ്പൊ പേഷ്യൻസിന് എന്ത് ചെയ്യുക? രോഗനിർണയം നടത്താൻ. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും അസുഖവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവര് കൃത്യമായിട്ട് അവരുടെ രോഗനിർണയം നടത്താനും അവർക്ക് നല്ല രീതിയിൽ ആ രോഗനിർണയം ചെയ്ത് രോഗം നിർണയിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ചികിത്സ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും വേണ്ടിയിട്ട് ആണ് പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം നോക്കിയേ, പ്രൊമോട്ടിങ് ഹെൽത്ത്. ഹെൽത്ത് എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒത്തിരി ബുദ്ധിമുട്ടുകളായിട്ട് വന്ന പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്ത് അവരെ എന്ത് ചെയ്യും? ഹെൽത്ത് എങ്ങനെയായിരിക്കും? അവരുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അവരുടെ പ്രൊമോട്ടിങ് ഹെൽത്ത്, ആ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ, അവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മുടെ ഹോസ്പിറ്റൽ വാർഡിലേക്ക് പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നത്? അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോൾ നമുക്കറിയാം ICUയുടെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു, ആ പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? അവരുടെ നിലവിലത്തെ കണ്ടീഷൻസ് നമ്മൾ കുറച്ചെങ്കിൽ പോലും അവർക്ക് കൂടുതൽ നിരീക്ഷണങ്ങൾ, ഒബ്സർവേഷൻസ് വേണം. അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് ഒരു സ്റ്റഡി ആയിട്ട്, ഒരു നോർമൽ ആയിട്ടുള്ള അളവിലേക്ക്, സ്റ്റഡി ആയിട്ടുള്ള അവരുടെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടതായാൽ മാത്രമേ ആ ഹോസ്പിറ്റലിൽ നിന്ന് അവരെന്ത് ചെയ്യാൻ പാടുള്ളൂ? ഡിസ്ചാർജ് ചെയ്യാൻ പാടുള്ളൂ. മറിച്ച് ICUവിൽ നിന്ന് അവരെ മാറ്റിയെങ്കിൽ കൂടി ആ ഹോസ്പിറ്റൽ വാർഡിൽ എത്തുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? ആ വാർഡുകളിൽ അവരെ എന്ത് ചെയ്യാറുണ്ട്? താമസിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ടീച്ചിങ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ ആ വാർഡുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വാർഡുകളിലൊക്കെയാണ് കൂടുതലും ഇപ്പൊ അവിടുത്തെ ആ ട്രെയിനിങ്ങിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് അവരെ നമ്മളെ സമീപിക്കാറില്ലേ? കണ്ടിട്ടുണ്ടോ? ഈ ഇപ്പൊ നഴ്സിംഗ് സ്റ്റാഫുകളാവാം, അപ്പൊ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് ആ വാർഡിലുള്ള ആളുകളെയൊക്കെ സന്ദർശിക്കാനായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള കെയർ ഒക്കെ കൊടുക്കാനായിട്ട് വരാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഇപ്പൊ MBBS പഠിപ്പിക്കുന്ന ആ ഒരു രീതിയിലുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെയാണ് കൂടുതലും കാണാം. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും? അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും? ഈ വാർഡുകളിലുള്ള പേഷ്യൻസിനെ അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പഠിക്കേണ്ടതായിട്ട് വരും അല്ലെ? ഓരോ കണ്ടീഷൻസ് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഓരോ കണ്ടീഷനുള്ള പേഷ്യൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടി നമുക്ക് ഈ ഒരു വാർഡ് ആവശ്യമായിട്ട് വരാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് റിസർച്ചുകൾ. നമുക്കറിയാം റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണങ്ങള് ഏതൊരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, ഹോസ്പിറ്റലിലെ ഏതൊരു വിഭാഗവുമായി ബന്ധപ്പെട്ടും റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ പുതിയ പുതിയ മെത്തേഡുകൾ, പുതിയ പുതിയ കാര്യങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എങ്ങനെ അത് എക്സ്പെരിമെന്റിലൂടെ കൃത്യമായിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റുകൾ പേഷ്യൻസിന് കൊടുക്കണം എന്ന രീതിയിൽ എല്ലാ വിഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്? റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ ഈ ICUലുള്ള പേഷ്യൻസിനാണ് നമുക്ക് അവിടെ ആ ുമായി ബന്ധപ്പെട്ട് റിസർച്ചുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ടും എന്താണ് അങ്ങനെയുള്ള ഗവേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനു കൂടിയാണ് ഹോസ്പിറ്റൽ വാർഡുകൾ എന്തിലുള്ളത്? നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളത്. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്? റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ് അല്ലെ? പേഷ്യൻസിന് എന്ത് നൽകാനാ പറയുന്നത്? റെൻഡർ ചെയ്യാന്ന് നൽകുക അല്ലെ? ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സിന്റെയും അതുപോലെ മെഡിക്കൽ കെയറിംഗും ഒക്കെ പേഷ്യൻസിന് എന്ത് ചെയ്യുക? കൊടുക്കുക. റെൻഡറിംഗ് ദ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. പേഷ്യൻസിന് എന്ത് ചെയ്യുക? ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നഴ്സിംഗ്, അതായത് നഴ്സിന്റെ സേവനം, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള അവരുടെ ആ ഒരു മെഡിക്കൽ വൈദ്യപരമായിട്ടുള്ള പരിചരണങ്ങൾ ഒക്കെ നല്ല രീതിയിൽ നൽകാൻ വേണ്ടിയിട്ടും നമ്മൾ ഹോസ്പിറ്റൽ വാർഡിലെ പേഷ്യൻസ് എന്ത് ചെയ്യാറുണ്ട്? അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സ്, എസെൻഷ്യൽ drugs and all other stores requirements for patient care in an organized manner. അപ്പൊ ആ ഒരു വാർഡിൽ എപ്പോഴും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്രമപ്പെടുത്തിയ രീതിയിലാണ് പേഷ്യൻസിന് എന്ത് ചെയ്യുന്നത്? അവർക്ക് ആവശ്യമായിട്ട് വരുന്ന
ഡ്രഗ്സ് അല്ലെങ്കിൽ മരുന്നുകൾ നൽകുന്നുണ്ട്. അതുപോലെ അവർക്ക് എന്തൊക്കെ എക്യുപ്മെന്റ്സുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ സേവനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്രമപ്പെടുത്തിയ ചിട്ടയായ രീതിയിൽ കൊടുക്കുന്നുണ്ട് അല്ലെ. ഇതൊക്കെ പേഷ്യൻസിന് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ വാർഡുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ പോയിന്റ് നമ്മൾ പറഞ്ഞേ? പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യാൻ, അവരുടെ രോഗത്തിനെ കുറിച്ച് രോഗനിർണയം നടത്തി അതിനനുസരിച്ചുള്ള ചികിത്സകൾ അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് ഓരോ പേഷ്യൻസിനെയും അവരുടെ ആ ഒരു ആരോഗ്യത്തെ മെച്ചപ്പെടുത്തി നല്ല പ്രോപ്പർ ആയിട്ട് ആരോഗ്യവാന്മാരായ ഒരു വ്യക്തിയായിട്ട് പോവാൻ വേണ്ടിയിട്ട് കൂടി നമ്മുടെ ഹോസ്പിറ്റൽ വാർഡിൽ അതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങളും കാര്യങ്ങളും കൊടുത്ത് അവരെന്ത് ചെയ്യാറുണ്ട്? അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസ്, അവിടെയുള്ള പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവരെ കണ്ടുകൊണ്ട് മറ്റ് ട്രെയിനിങ്ങിലുള്ള ആളുകൾക്കൊക്കെ ടീച്ച് ചെയ്യാൻ, അവരെ പഠിക്കാനായിട്ട് അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഒരു വാർഡ് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ റിസർച്ചുകൾ, ഗവേഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നഴ്സിംഗ് സേവനം കിട്ടാനും നല്ല രീതിയിലുള്ള വൈദ്യ പരിചരണം പേഷ്യൻസിന് കൊടുക്കാനും വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ചിട്ടയായ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കാൻ, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളുടെ ഉപയോഗങ്ങൾ കിട്ടാൻ കൂടിയാണ് എന്ത് ഹോസ്പിറ്റൽ വാർഡിന്റെ പ്രധാന ഉദ്ദേശം വരുന്നത് എന്ന് പറയുന്നത്. എന്തൊക്കെയാ പർപ്പസ്? ക്ലിയർ ആയോ? പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്? ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ കോൺസ്റ്റന്റ് ഓഫ് വാർഡ് അല്ലേ കിടക്കുന്നത്? ഓക്കെ, കോൺസ്റ്റന്റ് ഓഫ് വാർഡ് സ്പേസ് നമുക്കറിയാം. നിങ്ങളൊന്ന് വാർഡ് ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. വാർഡിൽ എന്തൊക്കെ സ്പേസ് വേണം? എന്തൊക്കെ സ്പേസാ വേണ്ടത് വാർഡില്? പേഷ്യൻസിന് അല്ലെ, പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണം. ഇവിടെ ഇതായിട്ട് കിടക്കുന്നത് അല്ലെ. ഫസ്റ്റ് നിങ്ങളെ 3 പോയിന്റ്സ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? പേഷ്യൻസിന് സ്പേസ് വേണം, നഴ്സിംഗ് സ്പേസ് വേണം, അതുപോലെ തന്നെ കോറിഡോർസ് അല്ലെ. കോറിഡോർസ് ഇത് 3ഉമാണ് ആ ഒരു 3 ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാവുന്ന നോട്ട്സിൽ അതല്ലേ കൊടുത്തിരിക്കുന്നത്? 3 ഏരിയ, 3 സ്പേസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. പേഷ്യൻസിന്റെ സ്പേസ് വേണം അല്ലെ. പേഷ്യൻസിന്റെ ബെഡും കാര്യങ്ങളും ഉൾപ്പെടുത്തി അവർക്ക് കിടക്കാനും സ്റ്റേ ചെയ്യാനും അവർക്ക് പെരുമാറാനായിട്ടുള്ള ഒരു പേഷ്യൻസിന്റെ സ്പേസ് വേണം. അതുപോലെ തന്നെ അവരിപ്പോ വാർഡുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, നേഴ്സസിന് ഒരു പ്രത്യേക റൂമും കാര്യങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല, അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരു ഏരിയ കണ്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ നേഴ്സിന് അവർക്കുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് മരുന്നുകൾ പ്രിപ്പയർ ചെയ്യാനും അവരുടെ റെക്കോർഡുകൾ, ഈ പേഷ്യൻസുമായി ബന്ധപ്പെട്ട റെക്കോർഡ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ നേഴ്സസിന് അവരുടേതായ സ്പേസ് വേണം. അതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ് ഇത് കോറിഡോർസ് അല്ലെങ്കിൽ ഇടനാഴി. നിങ്ങൾ ഏറ്റവും മുകളിലാണ് കിടക്കുന്നത് അല്ലെ, ഏറ്റവും മുകളിലായിട്ട് കിടക്കുന്നത് കോറിഡോർസ് അല്ലെങ്കിൽ ഇടനാഴി. ആ ഒരു പേഷ്യൻസിനെ ആ വാർഡിലേക്ക് കയറാനായിട്ട് ഒരു പൊതുവായിട്ടുള്ളൊരു പ്രധാന വഴി ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരു ഇടനാഴി ഉണ്ടാവില്ലേ? അതാണ് ആ 3 സ്പേസസുമാണ് നമ്മുടെ ഈ ഒരു വാർഡ് സ്പേസുമായി ബന്ധപ്പെട്ട 3 ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒരു പേഷ്യൻസിന് ഒരു സ്പേസ് വേണം, അതുപോലെ തന്നെ നഴ്സസിന് അവരുടെ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പേസ് വേണം, അതുപോലെ തന്നെ എന്താ വേണ്ടത്? ഒരു കോറിഡോർസ് അല്ലെങ്കിൽ ആ പ്രധാന വഴി അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ വാർഡിലേക്ക് എത്താനുള്ള പ്രധാന ഇടനാഴിയും ഉണ്ടായിരിക്കണം. അങ്ങനെ 3 സ്പേസ്, വാർഡ് സ്പേസിൽ 3 എന്താണ് കോൺസ്റ്റിറ്റ്യുവൻസ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് വരുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് ടൈപ്സ് ഓഫ് വാർഡ് ആണ്. ഏതൊക്കെയാ ടൈപ്സ് ഓഫ് വാർഡ്? ജനറൽ വാർഡുകളും ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകളും ഉണ്ട് അല്ലെ. ജനറൽ ആയിട്ടുള്ള വാർഡുകളും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകളും, അങ്ങനെ 2 ടൈപ്പ് വാർഡുകളാണ് തിരിച്ചിരിക്കുന്നത്. ജനറൽ വാർഡിന് നമുക്ക് അധികം എക്സാമ്പിൾ പറയേണ്ട കാര്യമില്ല അല്ലെ. ജനറൽ ആയിട്ട് വരുന്ന മെഡിസിൻസിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളൊക്കെ ജനറൽ വാർഡിൽ വരും. ഫീവറോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട് വരുന്നതോ അങ്ങനെയുള്ള ചെറിയ നിസ്സാരമായിട്ടുള്ള അല്ലെ ജനറൽ വാർഡുകളിൽ വരുന്നതാണ്. സ്പെഷ്യലൈസ്ഡ് വാർഡുകളിലെ കുറച്ച് എക്സാമ്പിളുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ടൈപ്പ് 2 വാർഡുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകൾക്ക് കുറച്ച് എക്സാമ്പിളുകൾ, എല്ലാം നന്നായി പഠിക്കേണ്ട കാര്യമില്ല, കുറച്ച് എക്സാമ്പിളുകൾ നിങ്ങളുടെ ഇവിടെ തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്തറിയാൻ പറ്റും അല്ലെ. ഫസ്റ്റ് വരുന്നത് ഗൈനക്കോളജി മെറ്റേണിറ്റി വാർഡ്. എന്തിനു വേണ്ടിയിട്ടാ? ഏത് പേഷ്യൻസിന് വേണ്ടിയിട്ടായിരിക്കും ഗൈനക്കോളജി മെറ്റേണിറ്റി വാർഡുകള്? ഏത് പേഷ്യൻസിന് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞേ? സ്ത്രീകൾക്ക് അല്ലെ, വുമൺസിന് വേണ്ടി, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺസ്, ഇപ്പൊ നിലവിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺസിനും അതുപോലെ തന്നെ അവരുടെ ഡെലിവറി കഴിഞ്ഞവർക്കും അല്ലെ, പ്രസവം കഴിഞ്ഞ പേഷ്യൻസിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഏത് വാർഡ് എന്ന് പറയുന്നത്? മെറ്റേണിറ്റി അല്ലെ, ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള മെറ്റേണിറ്റി വാർഡുകൾ. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് ഓങ്കോളജി, അതായത് മെഡിസിൻ സർജറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഓങ്കോളജി വാർഡ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസിന് അല്ലെ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കാം. ജസ്റ്റ് എന്താണുള്ളത്? ക്യാൻസർ പേഷ്യൻസ്
പേഷ്യൻസിന് അല്ലെ, അവർക്ക് ചിലപ്പോ അവർക്ക് ആ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ആ ഒരു വാർഡിലായിരിക്കും. അപ്പൊ ആ വാർഡില് ആ ഓങ്കോളജി അല്ലെങ്കിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട പേഷ്യൻസിന് മാത്രമേ ആ ഒരു വാർഡിൽ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ, വേറെ രീതിയിലുള്ള പേഷ്യൻസ് ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നെഫ്രോളജി അല്ലെങ്കിൽ ഡയാലിസിസ് എന്തിനു വേണ്ടി, ആ കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് അല്ലെ, കിഡ്നി പ്രോബ്ലം ഇപ്പൊ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഉള്ളവരൊക്കെ ആ ഒരു വാർഡിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ദെൻ കാർഡിയോളജി ആൻഡ് CTVS. എന്താണ് കാർഡിയോളജി, എന്തിനു വേണ്ടിയിട്ടാ, ഏതാണ് കാർഡിയോളജി ആൻഡ് CTVS? ഹാർട്ട് അല്ലെ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാൽ പെട്ടവരോ, അല്ലെങ്കിൽ CTVS എന്ന് പറയുമ്പോൾ എന്താണ്, കാർഡിയോ തൊറാസിക് വാസ്കുലർ സർജറികൾ അല്ലെ. ഇപ്പൊ നമ്മുടെ ബൈപ്പാസ് സർജറിയോ അല്ലെങ്കിൽ ഓപ്പൺ ആൻഡ് ഹാർട്ട് സർജറീസ് അല്ലെ, വാൽവുകൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയോ അതുപോലെയുള്ള സർജറി കഴിഞ്ഞവര്, അല്ലെങ്കിൽ ഹാർട്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉള്ളവരൊക്കെ എന്ത് ചെയ്യുന്ന നമ്മുടെ അതുമായി ബന്ധപ്പെട്ട വാർഡുകളിലാണ് താമസിക്കുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് കിടക്കുന്നത് ഏതാണ്, ന്യൂറോളജി അല്ലേ കിടക്കുന്നത്, ന്യൂറോളജി ആകുമ്പോൾ ഇവിടെ കിടക്കുന്നത് കേട്ടോ. ന്യൂറോളജിയിൽ ഏതാ പറഞ്ഞേ, ഏതാ മെഡിസിൻസ് ആണ് ബ്രെയിന്, അതെ ബ്രെയിന്, സ്പൈനൽ കോഡ് അല്ലെ, നമ്മുടെ നെർവ്സുമായി ബന്ധപ്പെട്ട ന്യൂറോളജിയിൽ നമ്മുടെ ബ്രെയിൻ ട്യൂമറോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർജറി കഴിഞ്ഞതോ, സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഉള്ളവരോ അവരൊക്കെയാണ് നമ്മുടെ ന്യൂറോളജി വിഭാഗത്തിൽ എന്ത് ചെയ്യുന്നത്, അവരെ ഉൾപ്പെടുത്തുന്നത്, വാർഡിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ഒഫ്താൽമോളജി എന്ന് പറയുമ്പോൾ എന്താ, ഒഫ്താൽമോളജി അതെ നേത്ര വിഭാഗം അല്ലെ, ഒഫ്താൽമോളജി നേത്ര വിഭാഗം നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ അവിടെ ആ കണ്ണുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തിമിര ശസ്ത്രക്രിയകളൊക്കെ ചെയ്യാറുണ്ടല്ലോ, അങ്ങനെയുള്ള സർജറീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റിനോ ഒക്കെ വേണ്ടി വരുന്ന പേഷ്യൻസിനെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്ന വാർഡാണ് ഒഫ്താൽമോളജി വാർഡ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകൾക്ക് കുറച്ച് എക്സാമ്പിളുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ട്, അത് എങ്ങനെയുള്ള പേഷ്യൻസ് അതിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുള്ളൂ കേട്ടോ. അപ്പൊ ആ എക്സാമ്പിളുകൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പൊ ഏതാണെന്നുള്ളത് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് എക്സാമ്പിളുകൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പറയുന്നത്, ഓരോന്നിലും അതിൻ്റെതായിട്ടുള്ള പേഷ്യൻസിനെയാണ് കൊണ്ടുവരുന്നത്. അവരുടെ മറ്റുള്ള രീതിയിലുള്ള പേഷ്യൻസ് ഒന്നും ഉണ്ടാവില്ല, സിമിലർ ആയിട്ടുള്ള കണ്ടീഷനുള്ള പേഷ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഏതാ, മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ് അല്ലെ, മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ് അല്ലേ പറയുന്നേ. ഫസ്റ്റ് വരുന്നത് ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള പരിചരണം ഒക്കെ കൊടുക്കാൻ പറ്റും നമ്മുടെ ക്ലിനിക്കൽ ഏരിയ. ഏതൊക്കെ വരും അവിടെ, എന്തൊക്കെ ക്ലിനിക്കൽ ഏരിയയിൽ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന്റെ ഒരു ഏരിയ ഉണ്ട് അല്ലെ, പേഷ്യൻസിന് കിടക്കുന്ന ബെഡും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് സ്റ്റേഷൻ കണ്ടിട്ടില്ലേ, വാർഡുകളിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ഒരു നഴ്സിന്റെ ഒരു റൂം ഒക്കെ കണ്ടിട്ടില്ലേ, നഴ്സിംഗ് സ്റ്റേഷൻ. അപ്പൊ അവരവിടെ എന്താണ്, അവർക്ക് ഒരു കൗണ്ടർ ഉണ്ടാവും അല്ലെ, നഴ്സിംഗ് കൗണ്ടർ. അതുപോലെ ഒരു നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് ഏരിയയിൽ ഒരു നഴ്സിംഗ് കൗണ്ടർ ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. ആ മൂന്നെണ്ണമാണ് ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത്. ക്ലിനിക്കൽ ഏരിയയിൽ പേഷ്യൻസ് താമസിക്കാൻ, പേഷ്യൻസിന് കിടക്കാനായിട്ട് ബെഡും കാര്യങ്ങളും ഉൾപ്പെട്ട ഒരു ഏരിയ ഉണ്ടാവും. അതുപോലെ നഴ്സിംഗിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് അവരുടേതായ റെക്കോർഡുകൾ കാര്യങ്ങൾ വെക്കാനും അതുപോലെ തന്നെ ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട കുറെ സമ്മറിയും ചാർട്ടുകളൊക്കെ അവർ എഴുതി വെക്കേണ്ടതായിട്ട് വരില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, മെഡിസിൻസ് കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള ഏരിയ. അതുപോലെ വരുന്ന അപ്പൊ നഴ്സിംഗ് കൗണ്ടർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു റിസപ്ഷൻ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ അവര്. അപ്പൊ വരുന്ന വാർഡിലുള്ള പേഷ്യൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങൾ വരുമ്പോൾ അതിനെ സഹായിക്കാനായിട്ട് ഒരു നഴ്സിംഗ് കൗണ്ടർ ഉൾപ്പെടെ ആ ഒരു 3 ഏരിയ ആയിട്ട് ക്ലിനിക്കൽ ഏരിയ തിരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഓക്സിലറി ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഹെൽപ്പിംഗ് ഏരിയ അല്ലെ. ക്ലിനിക്കൽ ഏരിയയുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏരിയ ആണ്. ഏതൊക്കെയാ അതിൽ വരുന്നത്, നഴ്സസിന് ഒരു സെപ്പറേറ്റ് നഴ്സസിന്റെ റൂം കണ്ടിട്ടുണ്ടോ നിങ്ങള്, നഴ്സസിന്റേതായ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. നൈറ്റ് ഒക്കെ നിങ്ങൾ വാർഡുകളിലോ ഹോസ്പിറ്റലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നഴ്സസിന് ഈ ഒരു വർക്ക് ചെയ്യുന്ന ആ ഒരു നഴ്സിംഗ് സ്റ്റേഷൻ കൂടാതെ നഴ്സസിന്റേതായ സാധനങ്ങളും ഒക്കെ വെക്കാനും അവർക്ക് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു നഴ്സിന് ഒരു പ്രത്യേക റൂം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് അതുപോലെ ഒരു ഡോക്ടേഴ്സ് റൂം ഉണ്ടാവും. അപ്പൊ ഡോക്ടേഴ്സ് വരുന്ന റൗണ്ട്സിന് വരുന്ന ഡോക്ടേഴ്സിന് ഇരിക്കാനും അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് എഴുതി കൊടുക്കാനുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രോസസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഡോക്ടേഴ്സ് റൂമും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും നമ്മളൊരു നഴ്സിംഗ് റൂം ആയിരിക്കും നിങ്ങൾ കൂടുതലും കണ്ടിരിക്കുക അല്ലെ.
നഴ്സിംഗ് റൂം, ഡോക്ടർ റൂം ഒക്കെ അവരുടെ അതിൻ്റെതായ നഴ്സസിനും ഡോക്ടേഴ്സിനും ഒക്കെ അവർക്കൊന്ന് സിറ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവരുടേതായ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ സാമഗ്രികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഓക്സിലറി ഏരിയ ഉണ്ടായിരിക്കും, സഹായം ഒരു ഹെൽപ്പിംഗ് ഏരിയ. നെക്സ്റ്റ് ആൻസിലറി ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ആൻസിലറി ഏരിയ അനുബന്ധ, അതായത് ഈ ഒരു വാർഡുമായി അനുബന്ധപ്പെട്ട മറ്റൊരു ഏരിയയാണ് ആൻസിലറി ഏരിയ, അനുബന്ധ ഏരിയ. അതിന് വരുന്നതാണ് പാൻട്രി. എന്താണ് പാൻട്രി? പാൻട്രി പാൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? കലവറ അല്ലെ? കലവറ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. പക്ഷെ ഇവിടെ പാൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇപ്പൊ ആ ഒരു നേഴ്സ് കൊണ്ടുവരുന്ന ഇപ്പൊ പേഷ്യൻസിനെ നമ്മുടെ വാർഡിലേക്ക് ട്രെയിലൊക്കെ ആക്കിയിട്ടില്ലേ ഐറ്റംസ്, അതായത് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ട്രെയിലൊക്കെ ആക്കിയിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള സാധനങ്ങൾ കഴുകി വൃത്തിയാക്കി വെക്കാനായിട്ട് ഉള്ള ഒരു ഏരിയയാണ് പാൻട്രി എന്ന് പറയുന്നത്. യൂസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴുകി വൃത്തിയാക്കി വെക്കേണ്ട ഐറ്റംസ് ഒക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെക്കാൻ പറ്റുന്ന ആ ഒരു വാർഡുമായി ബന്ധപ്പെട്ട ഏരിയയാണ് പാൻട്രി. നെക്സ്റ്റ് ഡേ റൂം. ഡേ റൂം എന്ന് പറയുന്നത് പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഈ ഡേ റൂം. അതായത് ഡേ സമയങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാം, പേഷ്യൻസ് എല്ലാവരും കൂടി ഒരു ബെഡുകൾ ഉൾപ്പെട്ട ഒരു വാർഡിൽ ഒരുമിച്ചല്ലേ കിടക്കുന്നത്. അപ്പൊ ആ പേഷ്യൻസിന് ഒരു സ്പേസ് കൊടുക്കുന്നതാണ് ഡേ റൂം എന്ന് പറയുന്നത്. പേഷ്യൻസിന് സിറ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഡേ ടൈമിൽ ഒന്ന് സിറ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതാണെങ്കിൽ അവർക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ ഡേ റൂമിൽ വന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡേ സമയങ്ങളിൽ സിറ്റ് ആൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റൂമാണ് ഡേ റൂം. നെക്സ്റ്റ് ട്രോളീസ് ഒക്കെ വെക്കാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഏരിയയും ഉണ്ടായിരിക്കും. ലാസ്റ്റ് വരുന്നതാണ് സാനിറ്ററി ഏരിയ. സാനിറ്ററി ഏരിയയിൽ എന്തൊക്കെ വരും? ടോയ്ലറ്റ്സ് ഉണ്ടാവും അല്ലെ? വാർഡുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഡേർട്ടി യൂട്ടിലിറ്റി. ഡേർട്ടി യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? അഴുക്ക് പറ്റിയതായിട്ടുള്ള ഇപ്പൊ പേഷ്യൻസിന് വേണ്ടി ഉപയോഗിച്ചതായിട്ടുള്ള വസ്തുക്കൾ, മരുന്നുകളോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും, പഞ്ഞി, അതുപോലെ സിറിഞ്ച് പോലുള്ള കാര്യങ്ങളൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ, അത് ഡിസ്പോസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇവര് യോജിപ്പ് വാർഡൊക്കെ ആകുമ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് വേസ്റ്റുകൾ വരാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ വരാം അല്ലെ. അതൊക്കെ എന്ത് ചെയ്യാൻ, ഡിസ്പോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഡേർട്ടി യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുന്നത്. അഴുക്ക് നിറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ, യൂസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സപ്ലൈസോ അതുപോലെ തന്നെ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള സ്ഥലമാണ് ഡേർട്ടി യൂട്ടിലിറ്റി ഏരിയ. ക്ലിനിക്കൽ ഏരിയയിൽ പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഏരിയ ഉണ്ട്, നഴ്സിംഗ് ഏരിയ ഉണ്ട്, അതുപോലെ ഒരു നഴ്സിംഗ് കൗണ്ടറും ഉണ്ടായിരിക്കും. ഓക്സിലറി ഏരിയയിൽ വരുമ്പോൾ നഴ്സസിന് ഒരു റൂം, അതുപോലെ തന്നെ ഡോക്ടേഴ്സിനൊക്കെ പ്രത്യേകമായിട്ടുള്ള റൂമുകൾ ഉണ്ടായിരിക്കും. ആൻസിലറി ഏരിയയിൽ വരുമ്പോൾ പാൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങൾ പോലെയുള്ള ട്രേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കാനുള്ള ഒരു ഏരിയയാണ്. ഡേ റൂം എന്ന് പറയുന്നത് ആ വാർഡിലുള്ള പേഷ്യൻസിന് ഡേ ടൈമിൽ അവർക്കൊന്ന് സിറ്റ് ആൻഡ് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയയാണ് ഡേ റൂം എന്ന് പറയുന്നത്. വാർഡിന്റെ ഉള്ളിലുള്ള ബെഡ്സ് കൂടാതെ അവർക്കൊന്ന് സിറ്റ് ആൻഡ് റിലാക്സ് ചെയ്യണമെങ്കിൽ, അതുപോലെ ട്രോളീസ് ഉപയോഗിക്കുന്ന ട്രോളിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ട്രോളി വെക്കാനായിട്ട് ഒരു പ്രത്യേക ഏരിയ ഉണ്ടായിരിക്കണം. സാനിറ്ററി ഏരിയയിൽ ടോയ്ലറ്റ് സൗകര്യം, അതുപോലെ തന്നെ ഡേർട്ടി യൂട്ടിലിറ്റി, അതായത് അഴുക്ക് നിറഞ്ഞ ഇപ്പൊ യൂസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സപ്ലൈസോ അല്ലെങ്കിൽ വേസ്റ്റസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാൻ, ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയയാണ് ഡേർട്ടി യൂട്ടിലിറ്റി ഏരിയ. ഓക്കെ ആണോ? മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. ഓക്കെ, നമ്മൾ ഇന്ന് ഇത്രയും എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.